പവർ ടീമിന്റെ നെടുന്തൂൺ സിബിൻ. സിബിൻ ആകെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. കരയുന്നു സിബിൻ. ഇതിനിടയിൽ ഋഷിയും സിബിനോടൊപ്പം ഇരുന്ന് കരയുന്നു. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? ലാലേട്ടന് ഇത്രയധികം സിബിനോട് ദേഷ്യപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നു? അതുപോലെ പണിഷ്മെന്റ്, പവർ ടീമിൽ നിന്ന് പുറത്താക്കേണ്ട തരത്തിലുള്ള പണിഷ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു? വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ സിബിനാണ് ഏറ്റവും പവർ ടീമിൽ ഏറ്റവും നന്നായിട്ട് പ്ലേ ചെയ്യുന്നത് സിബിനായിരുന്നു. സിബിന്റെ അഭിപ്രായം അനുസരിച്ചാണ് പല കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്നത് പോലും. പക്ഷെ അതിൽ നിന്ന് സിബിൻ ഒന്ന് വ്യതിചലിക്കുന്ന കാഴ്ചയാണ്, ഒന്ന് ദേഷ്യപ്പെട്ടപ്പോൾ, ഒന്ന് ഇമോഷണലി കൺട്രോൾ പോയപ്പോൾ സംഭവിച്ചത്. ഇമോഷണലി കൺട്രോൾ പോവുകയും മോശമായ ആംഗ്യം ജാസ്മിനെ കാണിക്കുകയും ചെയ്തു. അതിനെതിരെയാണ് ലാലേട്ടൻ പണിഷ്മെന്റ് കൊടുത്തിരിക്കുന്നത്. ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്, ഇത് പ്രേക്ഷകർ കാണുന്ന ഒരുപാട് പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ തീരുമാനം ഉൾക്കൊണ്ടിരിക്കുന്നത്. പവർ ടീമിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. ബ്രില്യൻ്റ് ആയിട്ട് കളിച്ച് പവർ ടീമിലേക്ക് എത്തിയതായിരുന്നു അവർ, പക്ഷെ പവർ ടീമിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്ന് ലാലേട്ടൻ തന്നെ പറയുന്നു. സോ എന്നിട്ട് ലാലേട്ടൻ ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്, ഇത് പവർ ടീമിൽ ഇരിക്കുമ്പോൾ ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ശിക്ഷ ചെയ്തത്. ഇതിലും വലിയത് പറഞ്ഞ ആൾക്കാരില്ലേ എന്ന് ഋഷി ചോദിക്കുമ്പോൾ ലാലേട്ടൻ ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. ഇതിലും വലുത് ചെയ്ത ആൾക്കാരുണ്ട്, പക്ഷെ അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. അതുപോലെ പവർ ടീമിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ സംവദിക്കുമ്പോൾ പവർ ടീമിൽ നിന്ന് പുറത്താക്കാതെ നിവർത്തിയില്ല എന്ന് ലാലേട്ടൻ പറയുന്നു. എന്ത് തന്നെ ആയാലും സിബിന് ജാസ്മിനോടുള്ള ദേഷ്യവും പല കാര്യങ്ങളും കൂടാൻ വളരെ ഇടയാകുന്ന ഒരു സീനാണ് ഇപ്പം നടന്നിട്ടുള്ളത്. കാരണം ജാസ്മിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന മാതിരിയാണ് ബിഗ് ബോസ് ഇപ്പോൾ കളിച്ചിട്ടുള്ളത്. ബിഗ് ബോസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തെന്ന് അറിയില്ല. ഒരു പക്ഷേ സിബിനെ മാനസികമായിട്ട് തളർത്താനായിരിക്കും. മാനസികമായി തളരുന്ന ലക്ഷണമാണ് സിബിൻ നമ്മൾ കാണുന്നത്. എന്ത് തന്നെ ആയാലും ഉറപ്പായിട്ട് സിബിൻ മെന്റലി ഡൗൺ ആയി കഴിഞ്ഞാൽ പ്ലേ ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒന്ന് ഡോമിനേറ്റ് ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് പ്രഗത്ഭരായ അല്ലെങ്കിൽ ഒരുപാട് നല്ല മൊമെന്റ്സ് കടന്നു പോകാറുണ്ട്. അതിനെതിരെയാണ് നോറയ്ക്ക് നല്ലൊരു അവസരമാണ് കിട്ടിയിരിക്കുന്നത്. സിബിൻ ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞു, അപ്പോൾ നോറയ്ക്കും ജാസ്മിനൊക്കെ നല്ലൊരു അവസരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതെങ്ങനെ വർക്കാകുമെന്ന് നമുക്ക് നോക്കാം.